ஹலோ பேஸ் வெல்கம் டு மை சேனல். இப்போ நம்ம எங்கே இருக்கோம்னா தத்துவ பேஸில் வந்து காங்கிரஸ் சார்பாக ஒரு கேரளாவில் ஒரு தொகுதி ஜெயிச்சிருச்சு. அது எந்த தொகுதி என்னான்னு அவங்கள்ட்ட நம்ம விவரத்தை கேட்போம். அவங்க அதை செலிப்ரேட் பண்ணுறாங்க, அது எப்படி என்னான்னு அவங்கள்ட்ட நம்ம விசாரிப்போம். வாங்க பார்க்கலாம். സെലിബ്രേറ്റ് പറ്റി ജയിച്ചത് സെലിബ്രേറ്റ് എന്നാ സംബന്ധം சொல்லுங்க. നമ്മള് ജപ്പാനില് കോൺഗ്രസ് പാർട്ടിയുടെ വിജയാഘോഷത്തിന്റെ പരിപാടിയുമായി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം 10 വർഷത്തിനുള്ളിൽ ജനാധിപത്യത്തിനെ നശിപ്പിക്കുന്ന ഒരു BJP ഭരണമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധിയും അതുപോലെയുള്ള കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മാത്രവുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ നമുക്കറിയാം, ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തിക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഈ മുന്നേറ്റം നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ഒരു വേളയുടെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. ഓക്കെ, நீங்கள் வந்து കണ്ടിന്യൂവാ എത്ര മണി വരെ നടക്കുന്ന പ്രോഗ്രാം? ഇത് 7 മണി വരെയാണ് നമ്മൾ പ്രോഗ്രാം ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തകരും ഇവിടെ വന്ന് എത്തിച്ചേരുന്നുണ്ട്. തുടർന്ന് നമ്മുടെ പ്രോഗ്രാം ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. നന്ദി. ഇവിടെ എത്തിച്ചേർന്നത് ജപ്പാൻ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വൻഭൂരിപക്ഷത്തിന്റെ വിജയം നമുക്ക് നേരിടാം. നരേന്ദ്രമോദി ഇതാ ഇവിടെ നമ്മൾ ചേർന്ന് ജപ്പാൻ KCCയുടെയും OICCയുടെയും രാഹുൽ ഗാന്ധിയുടെ വൻഭൂരിപക്ഷത്തോടെ വിജയിച്ച് വേലയിലാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. ജപ്പാൻ അധ്യക്ഷൻ അൻവർ പിന്നെ ആശംസ അൻവർ തൽക്കൽ, പിന്നെ നമ്മളുടെ സഹോദരനായ റഫീഖ് തായൂറുമാണ് ചെയ്യാനായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ചേർന്ന് എല്ലാം ജപ്പാനിലൂടെ നമ്മുടെ യുവാക്കളും ജനപ്രതികളുമായി എല്ലാവരും സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട അൻവർ ഹാരിസിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, OICC, KMCC പ്രവർത്തകരെ, 400 സീറ്റ് നൽകി ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതി നേടിയ BJP
ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി എന്തെന്ന് ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണിത്. അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതിരൂപമായ മോഡിയും കൂട്ടർക്ക് രണ്ട് പ്രാദേശിക ശക്തികളുടെ ദയാദാക്ഷിണ്യത്തിൽ അധികാരത്തിൽ തുടരേണ്ട ദയനീയ അവസ്ഥയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശക്തമായി നിലകൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റും നിരന്തരമായ അവഹേളനവും ആക്ഷേപവും സഹിച്ച് മോഡി ഭരണത്തിന്റെ മുമ്പിൽ ഒരിഞ്ച് പോലും പൂസാതെ രാഹുൽ ഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ താരം. നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിയുടെ ആശംസകൾ അറിയിക്കാൻ അൻവർ തലക്കരെ ക്ഷണിച്ചു. അമീർ തലക്കരെ. ഇവിടെ എത്തിച്ചേർന്ന YCCയുടെയും KMCCയുടെയും ഭാരവാഹികളും പ്രവർത്തകർക്കും ജപ്പാൻ പ്രവാസി മലയാളികളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യത്തെ കീറിമുറിക്കാമായിരുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത്. ജനാധിപത്യത്തെ ഏകാധിപത്യമാക്കി മാറ്റാമായിരുന്ന നരേന്ദ്രമോദിയുടെ ഒരു ഭരണത്തെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു ഇലക്ഷനായിരുന്നു ഇപ്പൊ നടന്നത്. രാഹുൽ ഗാന്ധിയുടെ കഠിനമായ പ്രയത്നത്തിലൂടെ അതിനെ ആണിക്കല്ലിടാൻ ഇന്ത്യൻ ജനതക്ക് സാധിച്ചു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മതം പറഞ്ഞല്ല രാഷ്ട്രീയം വളർത്തേണ്ടത്, വികസനം പറഞ്ഞാണ് വളർത്തേണ്ടത്. അത് BJPക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ വികസനമാണ്, അല്ലാതെ മതമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം ഗവൺമെന്റ് തീരുമാനിക്കുമായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടി വരുമായിരുന്നു. അത് ഇനി ഏകാധിപത്യമായി ഒരു തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധ്യമല്ല. ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ന് ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വളരെ വ്യക്തമായ ഒരു ഇലക്ഷനാണ് ഈ കഴിഞ്ഞു പോയത്. അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും 18 ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥിമാർ അങ്ങ് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവർക്കും നമ്മുടെ ജപ്പാൻ പ്രവാസി മലയാളികളുടെയും KMCCയുടെയും OICCയുടെയും ആശംസകൾ ഈ അവസരത്തിൽ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ കാസർഗോഡിന്റെ എല്ലാവർക്കും കേരളത്തിൽ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഒരു വികസനത്തിലോ പുരോഗമനത്തിലോ ഉണ്ട് ആർക്കും അറിയാൻ പാടില്ലാതിരുന്ന ഒരു കാസർഗോഡാണ്. നമ്മുടെ ഇപ്പോഴത്തെ MP കാസർഗോഡ് ഉണ്ണിത്താൻ, നമ്മളെ കാസർഗോഡുകാർക്ക് ഉണ്ണീച്ച എന്നറിയപ്പെടുന്ന ഉണ്ണിത്താൻ വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിലും മറ്റ് പല വാർത്താ മാധ്യമങ്ങളിലും കാസർഗോഡിനെ പറ്റി അറിയാൻ പറ്റുന്നത്. അദ്ദേഹവും വൻഭൂരിപക്ഷത്തോടെ വിജയിച്ച് അങ്ങ് ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരാൻ പോവുകയാണ്. അതുപോലെ വളരെ വിചിത്രമായി ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു ഇലക്ഷനാണ് വടകരയിൽ നടന്നത്. ഷാഫി പറമ്പിൽ അവഹേളിതനായി, അപമാനിതനായി വളരെയേറെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മതമല്ല രാഷ്ട്രീയം, പൊതുപ്രവർത്തനമാണ് രാഷ്ട്രീയം എന്ന് അറിയിച്ച ഷാഫി പറമ്പിലിനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. അതുപോലെ മലപ്പുറത്തും മറ്റിടങ്ങളിലുമുള്ള സമദ് സാഹിബിനും ബഷീർ സാഹിബിനും അഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ എടുത്തു പറയാൻ ഈ അവസരത്തിൽ എന്റെ പ്രസംഗം, ഞാനൊരു പ്രസംഗകനോ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ല. എല്ലാവർക്കും
ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ശക്തമായി അനീതിക്കെതിരെ പോരാടാൻ ഐക്യജനാധിപത്യ മുന്നണിയുള്ള കരുത്തരായ സാധനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിനീതനായ എന്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വ മൂല്യങ്ങളും സ്നേഹവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, 10 വർഷമായിട്ട് BJP സർക്കാരിന്റെ അഴിമതിയും അതുപോലെ വർഗീയ രാഷ്ട്രീയവും കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ മോശം രീതിയിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചത്. അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ മുന്നേറ്റത്തിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ മാത്രവുമല്ല ഇന്ത്യൻ ജനത വർഗീയത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതെ ജനാധിപത്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ നമുക്ക് വലിയൊരു പാഠമാണ് കാണിച്ചത്. അതുപോലെ തന്നെ ഈ വിജയം നമ്മുടെ പ്രവാസികളായ എല്ലാവരും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഇലക്ഷൻ മുസ്ലിം ലീഗിന്റെ ശക്തമായ സപ്പോർട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയത്തിന് അടിത്തറയാണ്. എല്ലാ വിജയിച്ചെടുക്കാനായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി എന്ന ഒറ്റാൾ പോരാട്ടത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് നമ്മൾക്ക് വളരെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറി. നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വിജയം വളരെ നല്ല രീതിയിൽ സമാപനം കുറിക്കാൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കാൻ രണ്ട് വാക്കുകൾ, ആശംസകൾ മാത്രം. ഇത്ര സന്തോഷമുള്ള ദിവസം ഒരാശംസ പറയാൻ പറ്റില്ലെങ്കിൽ റൈസ് തീർച്ചയായിട്ടും രണ്ട് വാക്കുകൾ റൈസിൽ സംസാരിക്കുന്നു. പ്രശ്നമില്ല, കടന്നു വരാം, മുന്നോട്ട് കടന്നു വരാം. അപ്പോൾ രണ്ട് വാക്കുകൾ ഇവിടെ എനിക്ക് ചാൻസ് ജപ്പാൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ രാജധാനി അറിയാൻ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഇന്നൊരു വയസ്സുണ്ട്, മുതിർന്നവരുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, സ്കൂളിലേക്ക് പോകുന്നു. ഞാൻ കാലത്തേക്ക് അത് കഴിഞ്ഞ് തന്നെ സ്കൂളിൽ പുസ്തകം എടുക്കുന്നു. സോഷ്യൽ അതിൽ പൊളിറ്റിക്സിനെ പറഞ്ഞു, റൈറ്റ് ഇക്വാലിറ്റി, റൈറ്റ് ഫ്രീഡം, അതുപോലെ പറഞ്ഞു ഇതെല്ലാം ഈ ഞാൻ ഇന്ന് വ്യക്തം മുതിർന്ന അവരെ കുട്ടികൾ
ജനിച്ചു വലുതാകും. അപ്പോഴും അവിടെ പിതാക്കളോട് കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്താണ് ഇവിടെ കാണാൻ പറ്റുന്നില്ല, എവിടെയുണ്ട് നല്ല റോഡ് എവിടെയുണ്ട്, ഇവിടെ എന്നെ കാണുന്ന വർഗീയതല്ലോ, ഇസ്ലാമിന്റെ വർഗീയതല്ലോ, മതത്തിന്റെ പേരിൽ വർഗീയതല്ലോ. ഈ കുട്ടികൾക്ക് പുസ്തകങ്ങൾ പഠിക്കുന്നു, ഈ കുട്ടികൾ നാളെ കാണുന്നത് നോക്കുന്നു. എന്ത് ചിന്തിക്കുന്നത് ഇഷ്ടമുണ്ട്. ആ മോദിയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും എവിടെ പോയി നമ്മുടെ റൈറ്റ് ഇക്കാലിറ്റി എവിടെ പോയി ചിന്തിക്ക്, എവിടെ പോയി നമുക്ക് ഇന്ത്യൻ രാജ്യത്തിന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവിടെ എവിടെ പോയി അവരെപ്പെട്ടിരുന്നു. കാരണം സഹോദരന്റെ നഷ്ടപ്പെട്ട കറൻസി കൊണ്ട് നമ്മൾ ചിന്തിക്ക്. നമുക്ക് നോക്കുന്നത് യുവാക്കൾക്ക് പല വിദേശത്തിൽ നിന്ന് നോക്കിയതാ മുമ്പായിട്ട് അവൻ ചെറുപ്പത്തിന്റെ മകൻ കുട്ടിയുടെ ചെറുപ്പാണ് പല കൺട്രികളിലുണ്ടാവും. അവന്മാർക്ക് മണി പേരിൽ വെച്ചിട്ടുണ്ടാവും. എത്ര മണിക്ക് പിടിക്കണം കറൻസി കൊണ്ട് അവനെന്ത് പിന്നേക്കാരവൻ ചെയ്ത് ബിഗ് സ്റ്റാച്യു ഇന്ത്യ കൺട്രി നോട്ട് ഡെവലപ്ഡ് കൺട്രി കൺട്രി ഇന്ത്യയിൽ കോടിക്കണക്കിന് ചെയ്യുന്ന ചെയ്തു. ആ കോടിയുടെ ആ കുറച്ച് ഫണ്ട് ഒരു താലത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെട്രോ എംപ്ലോയ്മെന്റിന് അധികമായിരുന്നു, ജോലി സാധ്യതകൾ അധികമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്താൽ. മറിച്ച് അവൻ ചെയ്ത സ്റ്റാച്യു എന്തിന് കൺട്രി ഇന്ന് നമ്മുടെ സർക്കാർ പിണറായി ചെയ്യുന്നുണ്ട്. പിണറായി ആരുടെ നല്ല കാര്യങ്ങളും ഞാൻ ഒരു കാര്യത്തിൽ പിണറായി സപ്പോർട്ട് ആവില്ല. അവൻ കൂടെ തന്നെ കിട്ടുക സാധാരണക്കാർ. അതില് 3-ാം തവണ സ്റ്റുഡന്റ് കൊടുത്തത്. ഓക്കെ, സെക്കൻഡ് ടൈം ആ കിട്ടുകാരൻ എന്റെ കിറ്റുണ്ടോ എവിടെ പോയി കിട്ടിന്റെ കാരണം കിറ്റിനും ഇന്ത്യയിൽ ഇത്ര കണ്ടിയിൽ ഫുഡ് സ്റ്റോറാക്കും. ഒരു ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അത് ഇത്ര ഫുഡ് കാലം ഫുഡ് സ്റ്റോറാക്കുന്ന ഇത്ര ഫുഡ് ഉണ്ടാവും. അതെന്ത് എന്തെങ്കിലും ഫുഡിന് മോശം ചിലപ്പോൾ ഫ്ലഡ് വരും, അല്ലെങ്കിൽ മഴ വന്നിട്ട് നാട് അതിന്റെ മോശമാകുമ്പോൾ ഈ ഫുഡ് ഇവിടെ വരും. അത്ര സ്റ്റോറിൽ അത് ചെയ്യുന്നത് അതൊരു കോർപ്പറേഷനാണ്. അപ്പൊ അവിടെ സ്റ്റോർ അവിടെ എക്സ്പയറി ആയിട്ടാൽ നമുക്ക് തന്നെ അതിനകത്ത് കുറെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അതിനുള്ള തവള എന്ത് പാമ്പ് മുളപ്പൊടിയിൽ പാമ്പ് പിന്നെന്ത് കുറെ ഉണ്ടായില്ല, കുറെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ രാഷ്ട്രീയ മണ്ണാൻ പറ്റുന്ന പിണറായി വിജയൻ അങ്ങനത്തെ വിജയൻ. പിന്നെ പിണറായി ശൈലജാന്റെ അന്നത്തെ അന്നാട്ടിലെ കക്ഷികളെ ഇന്ത്യക്കിനും പറഞ്ഞ പിണറായി പിണറായിന്റെ അന്നാട്ടിലെ കക്ഷ കണ്ടില്ല. മോദി പോലെ പറഞ്ഞ കണ്ട കാണിച്ചു അതാണ് പിണറായി. പിണറായി പല കാര്യത്തിലും അതിലൂടെ പിണറായി പല കാര്യത്തിലും ഒരു സംസ്ഥാനം സംസാരിച്ചില്ല. പറഞ്ഞ ഇന്നൊരു ന്യൂസ് ഉണ്ടായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ക്ഷണക്കത്തുണ്ടല്ല, മോദിന്റെ ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ടല്ല. അങ്ങനത്തെ അവസ്ഥ ഇതിന്റെ അവസ്ഥ ചിന്തിക്കണോ? എത്ര പാവങ്ങൾ എത്ര എന്ത് ഒരു വികസനമുണ്ട്, വർഗീയതകളില്ല. ഇനി മോദിനെ കൊണ്ട് നടത്താൻ അതാണ് കാണിച്ച ഇന്നൊരു കാര്യം ചേഞ്ചസ് കണ്ടു. കുറെ യൂട്യൂബ് ബ്ലോഗർമാർ ഇന്ത്യയിൽ സംസാരിക്കാൻ വേണ്ടി പല യൂട്യൂബ് ബ്ലോഗർമാർ ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ബ്ലോഗർമാർ എന്ത് ഇന്ത്യയിൽ സംസാരിച്ചുകൊണ്ട് ഇപ്പൊ 5 കൊല്ലത്തെ പല ചേഞ്ചസ് മതി. പണ്ടിന്റെ ഭക്തന്മാർ എന്താ റിലീജിയൻ ഒരു കാര്യം പറയും, അതിന് അവൻ പറയുന്നത് റിലീജിയൻസിന് ഇങ്ങനെ സംഭവം നടക്കുമ്പോ ഇവർക്ക് കാര്യം അതെല്ലാം മാറി. എല്ലാവർക്കും ടെക്നോളജിയും സോഷ്യൽ മീഡിയ
എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ എല്ലാം ചേഞ്ച് അവർക്കെല്ലാം മനസ്സിലായി. അപ്പൊ ഇതെന്ത് നടക്കാൻ ഇത് 5 കൊല്ലം നമുക്ക് വേണ്ട. ഇപ്പൊ നേരെ ഈ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, പ്രശ്നമില്ല. എല്ലാവരും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റൂല. കഷ്ടപ്പെട്ടത് ഈ കേസ് വരുമല്ലോ ഇഷ്ടം പോലെ. നമുക്ക് ഒരു 5 കൊല്ലം ശേഷം അത് ഒന്നോ അപ്പൊ ഈ കഷ്ടപ്പാടിൽ തന്നെ പോയിട്ടില്ല. എല്ലാം നല്ല അറിവും നോളജുണ്ടാവും. That's all. Thank you. Okay, for giving a chance to me. I will very thank you. Okay, എന്നാൽ പാങ്ങലെന്നൊക്കെ വീഡിയോയിലെടുത്ത് ചെക്ക് നല്ല ഇതുമാണ്. ഇതിന് ന്യൂസിലെല്ലാം കേക്ക് മുറിക്കല്ലേ? കട്ട് ചെയ്ത പാങ്ങലെടുക്കും. ഉള്ളൊന്നും നല്ല Rahul Gandhi Zindabad. Rahul Gandhi Zindabad. OECC Zindabad. KMCC Zindabad. Rahul Gandhi Zindabad. India Munnani Zindabad. എല്ലാവർക്കും ഓരോ മുറിച്ചിട്ട് ഓരോ ലൈൻ അങ്ങനെ ലൈൻ എടുത്തോന്ന് எல்லாம் அவங்கவுங்க செலிப்ரேட் பண்ணிட்டு கேக்கு எல்லாம் கட் பண்ணி ஷேர் பண்ணி எல்லாம் சாப்பிட்டுட்டு இருக்கிறாங்க. இது மாதிரி வீடியோ நான் நினைக்கிறேன் எல்லாரும் வேற நம்மளும் போய் கேக் சாப்பிடுவோம். கேக் എല്ലാ സഹപ്രവർത്തകർക്കും KMCC ജപ്പാന്റെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാസംഗികനാണ് നേതാവ്
രാഹുൽ ഗാന്ധി സിന്ദാബാദ്. ഇന്ത്യ മുന്നണി സിന്ദാബാദ്. രാജ്മുരളി ഉണ്ണിത്താൻ സിന്ദാബാദ്. ഉണ്ണിച്ച സിന്ദാബാദ്. ഷാഫി സാൻ സിന്ദാബാദ്. ഷാഫി സാൻ സിന്ദാബാദ്. KMCC സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഇന്ത്യ മുന്നണി സിന്ദാബാദ്. രാഹുൽ ഗാന്ധി സിന്ദാബാദ്. രാഹുൽ ഗാന്ധി സിന്ദാബാദ്. ஓகே கைஸ், இதோட நம்ம வீடியோ முடிச்சுக்கிறோம். செலிப்ரேட் முடிச்சுட்டாங்க. நம்மளும் கிளம்ப வேண்டியதான். இந்த வீடியோ உங்களுக்கு பிடிச்சதா லைக் பண்ணுங்கள், சப்போர்ட் பண்ணுங்கள், ஷேர் பண்ணுங்கள். தேங்க்ஸ் ஃபார் வாட்சிங்.